കണ്ണ് വരയ്ക്കാൻ പോവുകയാണ്. എൻ്റെ പരിമിതമായ ഡ്രോയിങ് സ്കില്ലുകൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കണ്ണ് വരച്ച് തരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കണ്ണെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണെന്ന് പറയുന്നതിനകത്ത് ആദ്യം ഇങ്ങനൊരു ലെയറുണ്ട്. ആ ലെയർ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് തള്ളി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചേരുന്ന ഒരു ലെയറുണ്ട്. ഓക്കെ, ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ ലെയർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്ലീറ എന്ന് വിളിക്കുന്നത്. എന്താണ് സ്ക്ലീറ? സ്ക്ലീറയ്ക്ക് അകത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു ലെയറുണ്ട്. ആ ലെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വരെ വന്നിട്ട് നിൽക്കണം. പിന്നെ വേറെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്ന ഒരു ലെയറുണ്ട്. ഇത് ഞാൻ ഡാർക്ക് നിറത്തിലാണ് വരച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തവെസലുകൾ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ലെയറിലാണ് കാണുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോറോയിഡ് എന്ന് വിളിക്കുന്നത്. കോറോയിഡിൻ്റെ അടിയിലെടുത്ത ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, കുഞ്ഞൊരു ഭാഗം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് റെറ്റിന. എന്തുവാണ്? റെറ്റിന. അപ്പോൾ കണ്ണിന് പ്രധാനമായും 3 ലെയറുകളാണുള്ളത്. ഏതൊക്കെയാണ് 3 ലെയർ എന്ന് പറയുന്നത്? സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. പഠിച്ചേ, കണ്ണിന് 3 ലെയറുകളുണ്ട്. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്ക്ലീറ, ഇന്നർ ലെയർ എന്ന് പറയുന്നത് റെറ്റിന, നടുക്ക് വരുന്ന മിഡിൽ ലെയർ എന്ന് പറയുന്നത് കോറോയിഡ്. അപ്പോൾ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. പറഞ്ഞേ, സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ഏറ്റവും പുറത്ത് കാണുന്ന സ്ക്ലീറ, പിന്നെ വരുന്നത് കോറോയിഡ്, പിന്നെ വരുന്നത് റെറ്റിന. ശ്രദ്ധിക്കുക, ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കോർണിയ. എന്താണ്? കോർണിയ. ഈ കോർണിയ എന്ന് പറയുന്നത് എന്താണ്? ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ഇതെന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രകാശത്തിനെ കടത്തിവിടുന്നതാണ് ആര്? ഈ പറയുന്ന കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയയ്ക്ക് പുറത്താണ് നമ്മുടെ ഐലിഡ്സ് ഒക്കെ വന്നിരിക്കുന്നത്. എവിടെയാണ്? ഈ പറയുന്ന ഇതിന് പുറത്താണ് ഐലിഡ്സും അവിടെ നിന്നുള്ള ഐ ലാഷസും ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഓക്കെ ആണല്ലോ? ഉള്ളിലായിട്ടാണ് കൺജങ്ക്റ്റൈവ. പക്ഷേ കോർണിയെ കൺജങ്ക്റ്റൈവ എന്ത് ചെയ്യുന്നില്ല? കവർ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന കോറോയിഡ് ഇവിടെ വന്നിട്ട് ഈ കോറോയിഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഡ്രോപ്പ് പോലത്തെ ഒരു സാധനവും ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടാവും? ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറിലോട്ട് വരും. എന്നിട്ട് നടുക്കൊരു ഓപ്പണിങ്ങും ഉണ്ടാവും. ഈ പറയുന്ന സാധനത്തിനാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഐറിസ് അഥവാ കൃഷ്ണമണി എന്ന് വിളിക്കുന്നത്. ഈ നടുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിങ്ങനെ വട്ടത്തിൽ ഓപ്പണിംഗ് ഒന്നുമില്ല, ഇത് വന്നിങ്ങനെ വട്ടത്തിൽ കൂടി നിൽക്കും, നടുക്കൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറിസും പ്യൂപ്പിളും. ഇപ്പുറത്തോട്ടൊരു ഭാഗം ഇങ്ങനെ മാറി നിൽപ്പുണ്ടല്ലോ. ഈ മാറി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മസിലുകൾ ഇങ്ങനെ വരും. ആ മസിൽ ചേർന്ന് അതിൻ്റെ നടുവിലായിട്ട് ഒരു കോൺവെക്സ് ഷേപ്പിൽ ഒരു ലെൻസും ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു കോൺവെക്സ് ഷേപ്പിൽ ഒരു ലെൻസും ഉണ്ടാവും. ഈ മസിലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലിയറി മസിൽ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സീലിയറി മസിൽ. നടുക്കുള്ള ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്. എന്തുണ്ട്? ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വരച്ച് പഠിക്കാമല്ലോ. വരച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് എടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഒരു ലെയറുണ്ട്. അതിൻ്റെ പേരാണെന്ത്? സ്ക്ലീറ. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും, പിന്നെ അത് ഇങ്ങനെ ഐബോളായിട്ട് മാറും. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലെയറുണ്ട്. ഉള്ളിലായിട്ടുള്ള ലെയറിൻ്റെ പേരാണ് കോറോയിഡ്. കോറോയിഡ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് കോറോയിഡ്. കോറോയിഡിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഇന്നർ ലെയറുണ്ട്. ഈ ഇന്നർ ലെയറിൻ്റെ പേരാണ് റെറ്റിന. ഇന്നർ ലെയറിൻ്റെ പേരാണെന്ത്? റെറ്റിന. അപ്പോൾ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. സ്ക്ലീറ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർണിയ. കോർണിയ ട്രാൻസ്പാരൻ്റ് ആണ്. ഔട്ടർ ലെയറാണ് സ്ക്ലീറ, ഇന്നർ ലെയറാണ് റെറ്റിന, മിഡിൽ ലെയറാണ് കോറോയിഡ്. കോറോയിഡിലാണ് ബ്ലഡ് വെസലുകളുള്ളത്. അതുകൊണ്ടത് ഇരുണ്ടിരിക്കും, പ്രകാശത്തിനെ കടത്തിവിടത്തില്ല. അങ്ങനെ ഇരുണ്ടിരിക്കുന്ന ഈ പറയുന്ന കോർണിയയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെയാണെങ്കിൽ ഒരു ബോൾ പോലത്തെ ഒരു ഭാഗവും ഉണ്ടാകും. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്താണ് മെലാനിൻ എന്ന പിഗ്മെൻ്റ് ഉള്ളത്. അതാണ് നമ്മുടെ കൃഷ്ണമണിയുടെ നിറം തീരുമാനിക്കുന്നത്. നടുക്കത്തെ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ കോർണിയയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഐലിഡുകൾ വന്ന് നിൽക്കുന്നത്.
ഈ ഐലിഡിൻ്റെ അകത്തായിട്ടാണ് എന്തുള്ളത്, നമ്മുടെ കൺജങ്ക്റ്റൈവയും ഇവിടെ വന്നിട്ട് ഐ ലാഷസും ഒക്കെ ഉള്ളത്. ഇനി ഈ പറയുന്ന മസിലുകളുണ്ടല്ലോ, അതായത് ഇവിടെ നിന്നുള്ള കുറച്ച് ഫൈബറുകൾ പോലത്തെ സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഫൈബറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സീലിയറി മസില്. സീലിയറി മസിൽ നടുക്കായിട്ട് ഒരു ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ചേംബറുണ്ട് അല്ലേ. ഇവിടെ ഒന്നാമത്തെ ഒരു ചേംബറും ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ഒരു ഹോളും ഉണ്ട്. ഇതിനെ നമ്മൾ അക്വസ് ചേംബർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അക്വസ് ചേംബർ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അക്വസ് ചേംബർ എന്ന് വിളിക്കും, വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. ഇത്രയും ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇനി നോക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഉണ്ടല്ലോ, എവിടെയാണ് നമ്മുടെ റെറ്റിനയുടെ ഭാഗം. ഈ റെറ്റിനയുടെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റെറ്റിനയിൽ 3 ടൈപ്പ് സെല്ലുകളാണുള്ളത്. എത്ര ടൈപ്പ് സെല്ലുകളാണ് ഉള്ളത്? 3 ടൈപ്പ് സെല്ലുകളാണുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ വൃത്തിയുള്ള ടെക്സ്റ്റ് ബുക്കിൽ പടം വെച്ച് ഞാനത് പറഞ്ഞു തരട്ടെ. അപ്പോൾ നോക്കണം, ഏറ്റവും പുറത്തെ ലെയറാണ് സ്ക്ലീറ. കണ്ടോ, ഈ നിറത്തിൽ ചുറ്റും കവറാവുന്നുണ്ട്. മിഡിൽ ലെയറാണ് കോറോയിഡ്, ഇന്നർ ലെയറാണ് റെറ്റിന. കണ്ടല്ലോ. ഇനി സ്ക്ലീറയുടെ പുറം വശം ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. അതിനെ വിളിക്കുന്ന പേര് കോർണിയ. കോർണിയയുടെ ഇവിടെയായിട്ട് കാണുന്ന ഇതാണ് നമ്മുടെ ഐലിഡ്. അവിടെ നിന്ന് ഐ ലാഷസ്. ഇനി ഈ പറയുന്ന കോറോയിഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ പേരാണ് എന്താണ്? ഐറിസ്. ഐറിസിൻ്റെ നടുക്കുള്ള ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിള്. ഈ പറയുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ നമ്മുടെ എന്താണ് കോറോയിഡ് തള്ളി നിൽപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് മസിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് സീലിയറി മസിൽ. സീലിയറി മസിൽ ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു ലെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കണം, നമ്മുടെ ഈ റെറ്റിന നമ്മൾ എടുക്കുകയാണെങ്കിൽ റെറ്റിനയുടെ ഒരു സെക്ഷൻ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിന എന്ന് പറയുന്നതിന് നമ്മളൊരു കഷ്ണം മുറിച്ചെടുത്ത് സൂം ചെയ്താൽ ഇങ്ങനെ കാണും. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കാണുന്നതാണ് ഫോട്ടോ റിസപ്റ്റർ ലെയർ എന്ന് പറയും. എന്ത് പറയും? ഫോട്ടോ റിസപ്റ്റർ ലെയർ. അതായത് നമ്മളിങ്ങനെ റെറ്റിനയിൽ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുത്താൽ ആ റെറ്റിനയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന കുറച്ച് സെല്ലുകളുണ്ട്. എല്ലാം ഒരുപോലത്തെ അല്ല, വ്യത്യസ്തമായിട്ടുള്ളത് ഒരുപോലത്തതുമായിട്ടുള്ള കുറേ സെല്ലുകളുണ്ട്. ഇവരാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഫോട്ടോ റിസപ്റ്റർ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് റോഡ് സെല്ല്, മറ്റൊന്ന് കോൺ സെല്ല്. റോഡും ഉണ്ട്, കോണും ഉണ്ട്. വിശദമായിട്ട് നമ്മൾ പഠിക്കും. റോഡും ഉണ്ട്, കോണും ഉണ്ട്. ഈ റോഡിനെയും കോണിനും 2 ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവിടുന്ന് നമ്മുടെ നെർവുകൾ തമ്മിൽ ചേരുമല്ലോ, സിനാപ്സ്. അതുപോലെ ഇവിടുന്ന് ചേരുന്ന മറ്റൊരു ഭാഗമുണ്ട്, മറ്റൊരു ലെയറുണ്ട്. എന്തുണ്ട്? മറ്റൊരു ലെയറുണ്ട്. ഈ ലെയറിൻ്റെ പേരാണ് ബൈപോളാർ ലെയർ. എന്താണ്? ബൈപോളാർ ലെയർ. അപ്പോൾ റെറ്റിനയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതരം സെല്ലുകളുണ്ട്. നമ്മളതിന് വേറെ പേരൊക്കെ പറഞ്ഞു വിളിക്കും. നമ്മൾ തൽക്കാലം അത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ കോർണിയ അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ട്രാൻസ്പാരൻ്റ് കോർണിയ ഈ പ്രകാശത്തിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കടത്തിവിടും. ഈ പ്രകാശത്തിനെ നേരെ എങ്ങോട്ട് ഫോക്കസ് ചെയ്യും? നമ്മുടെ റെറ്റിനയിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റെറ്റിനയിൽ സത്യം പറഞ്ഞാൽ ലൈറ്റ് വന്ന് എവിടെ തട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? റെറ്റിനയിൽ ലൈറ്റ് നേരെ വന്ന് തട്ടുന്നത്, മൗസിൻ്റെ പോയിൻ്റർ അവിടെ പോയി. റെറ്റിനയിൽ ലൈറ്റ് നേരെ വന്ന് തട്ടുന്നത് എവിടെയാണെന്നറിയാവോ? നേരെ വന്ന് തട്ടുന്നത് ഈ പറയുന്ന ഫോട്ടോ റിസപ്റ്ററിലായിരിക്കും. എവിടെയായിരിക്കും? ഫോട്ടോ റിസപ്റ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഗാംഗ്ലിയോൺ ലെയറും ബൈപോളർ അതിൻ്റെ മുകളിലുള്ളതല്ലേ? മുകളിലുണ്ടെങ്കിലും ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണുള്ളത്? ഫോട്ടോ റിസപ്റ്റേഴ്സിനാണ് ഉള്ളത്. അപ്പോൾ നേരെ ഫോട്ടോ റിസപ്റ്റേഴ്സിലോട്ട് പോകും. അവിടെ റോഡും ഉണ്ട്, കോണും ഉണ്ട്. നിങ്ങൾ റോഡെന്ന് എഴുതുമ്പോൾ രാത്രി കാണുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കാണുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. റോഡെന്ന് വെച്ചാൽ റോഡ് എന്ന് പറയുമ്പോൾ കറുത്ത ടാർ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ അല്ലെങ്കിൽ ഡിം ലൈറ്റ് വിഷൻ കാണിക്കുന്നതാണ് റോഡ് സെല്ല്. കോണെന്ന് പറയുമ്പോൾ കളർഫുൾ അല്ലേ, C4 കളർ വിഷൻ തരുന്നതാണ് ഒരു കോൺ സെല്ല്. അപ്പോൾ നമ്മളെ ലൈറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇമ്പൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് പിന്നെ നോക്കാതെ. അപ്പോൾ ലൈറ്റ് വന്ന് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമ്പൾസ് ബ്രെയിനിൽ പോകണ്ടേ? ബ്രെയിനിൽ ഏത് വഴിയാണ് പോകുന്നത്? ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ റോഡും കോണും ഉണ്ട്. അതിനുമായിട്ട് കണക്ട് ചെയ്ത് ആരുണ്ട്? ബൈപോളാറുണ്ട്. അതിൻ്റെ മുന്നിലായിട്ടാണ് ആരുള്ളത്? ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉള്ളത്. ആരുള്ളത്? ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉള്ളത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉണ്ട്. എന്തുണ്ട്? ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നല്ലേ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇങ്ങനെയുള്ള റെറ്റിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ റെറ്റിനെ നമ്മളൊരു സെക്ഷൻ എടുത്ത് മാറ്റിയപ്പോൾ ആ സെക്ഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന കുറേ സെല്ലുകളുണ്ട്.
അതിനെയാണ് റോഡ് സെല്ലെന്നും കോൺ സെല്ലെന്നും റോഡ് സെല്ലെന്നും കോൺ സെല്ലെന്നും കോണ് മാത്രമായിട്ട് റോഡ് മാത്രമായിട്ടും ഇങ്ങനെ ഈവൻലി റാൻഡമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ലെയർ. ഇവരെയാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റർ ലെയർ എന്ന് വിളിക്കുന്നത്. അതിലാരൊക്കെയുണ്ട്? റോഡ് സെല്ലും ഉണ്ട്, കോൺ സെല്ലും ഉണ്ട്. റോഡ് എന്ന് പറയുമ്പോൾ ഡിം ലൈറ്റ് കാണുന്നു, കറുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്നു. സി എന്ന് പറയുമ്പോൾ കളർഫുൾ വിഷനും തരുന്നു. സെറ്റ്. ഇനി ഇവിടുന്ന് സിഗ്നൽ ഉണ്ടായില്ല, ഇമ്പൾസ് ഉണ്ടായില്ല, അത് ബ്രെയിനിൽ പോകണ്ടേ? അപ്പോൾ ബ്രെയിനിൽ പോകാനായിട്ട് ഇവിടെ ആരുണ്ട്? ഇവിടെ ആയിട്ട് കുറേ സെല്ലുകളുണ്ട്. ഇതിനാണ് ബൈപോളാർ ലെയർ എന്ന് വിളിക്കുന്നത്. ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ബൈപോളാർ ലെയർ, ഇതിൽ ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. നല്ല പ്രകാശം വരുമ്പോൾ ബൈപോളാർ ഓണും, പ്രകാശം കുറയുമ്പോൾ ബൈപോളാർ ഓഫും വർക്കാവും. അത്രയും അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നെർവിലോട്ട് പോകണ്ടേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗാംഗ്ലിയോൺ സെല്ല് വരും. എന്ത് വരും? ഗാംഗ്ലിയോൺ സെല്ല് വരും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ണിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ഈ ഗാംഗ്ലിയോൺ സെല്ലുകളെല്ലാം കൂടെ ഇങ്ങനെ വന്ന് കൂടിച്ചേർന്നാണ് എങ്ങോട്ട് പോകുന്നത്? ഈ ഒപ്റ്റിക് നെർവിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ഗാംഗ്ലിയോൺ സെല്ലുകളും ചേർന്ന് അതൊരു ഫൈബറായിട്ട് എങ്ങോട്ട് പോകും? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് പോകും. എങ്ങോട്ട് പോകും? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് പോകും. അപ്പോൾ പ്രകാശം വന്ന് എവിടെ വീഴുന്നു? ഫോട്ടോ റിസപ്റ്ററിൽ വീഴുന്നു. ഫോട്ടോ റിസപ്റ്ററിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ബൈപോളാറിലോട്ട് പോകുന്നു. ബൈപോളാറിൽ നിന്ന് ഗാംഗ്ലിയോൺ ലെയറിൽ പോകുന്നു. ആ ഗാംഗ്ലിയോൺ ലെയറാണ് വയറായിട്ട് വന്ന് എവിടെ ചെന്ന് ചേരുന്നത്? ഈ പറയുന്ന ഒപ്റ്റിക് നെർവിൽ വന്ന് ചേരുന്ന ഈ ഒപ്റ്റിക് നെർവ് മുകളിലോട്ട് പോകും. സെറ്റല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി 2 പോയിന്റുകൾ കൂടിയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന യെല്ലോ സ്പോട്ട്, മെക്യൂല. പിന്നെ കാണുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് കറക്റ്റ് നേരെയായിട്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ കോൺ സെല്ലുകളുണ്ട്. എന്തുകൊണ്ട്? കോൺ സെല്ലുകളുണ്ട്. അപ്പോൾ കളർഫുൾ വിഷൻ ഏറ്റവും സൂപ്പറായിട്ട് കിട്ടുന്നത് ഈ സ്ഥലത്ത് ലൈറ്റ് വീഴുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? ഇവിടെ റോഡ് സെല്ലും കോൺ സെല്ലും ഇല്ല. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് പ്രകാശം വന്ന് വീണാലും ആ പ്രകാശം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാഴ്ച കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. അപ്പോൾ പ്രകാശം നേരെ വന്ന് വീഴുന്ന റെറ്റിനയുടെ ഭാഗത്ത് കോൺസെല്ല് കൂടുതലുണ്ട്, അതിന് നമ്മൾ യെല്ലോ സ്പോട്ട് എന്നും. ഇവിടുന്ന് ഒപ്റ്റിക് നെർവ് പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? ഇവിടെ റോഡ് സെല്ലും കോൺസെല്ലും അധികം ഇല്ല. ഇതിന് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. ഇതാണ് ഒരു കണ്ണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഒന്നുകൂടി നോക്കടാ, ഒന്നുകൂടി പറയണോ? എന്താ സംഭവം? നമ്മുടെ കണ്ണ് ഞാൻ ഒന്ന് റഫായിട്ട് ഒന്നുകൂടി പറയുകയാണേ, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ലെയർ എന്താണത്? സ്ക്ലീറ. അടുത്ത ലെയർ കോറോയിഡ്. കോറോയിഡ് ഫുള്ളില്ല, കോറോയിഡ് നടുക്ക് വന്ന് കട്ടാവും. ഏറ്റവും ഇന്നർ ലെയർ റെറ്റിന. ഏതാണ്? റെറ്റിന ഇവിടെ വരെയേ ഉള്ളൂ, ഫുള്ളില്ല. ഓക്കെ. സ്ക്ലീറയുടെ മുൻവശം തള്ളി നിൽക്കുന്നു, അതിനെ വിളിക്കുന്ന പേര് കോർണിയ. കോറോയിഡിൻ്റെ ഈ വശം വന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു, അതിൻ്റെ പേര് ഐറിസ്. നടുക്കുള്ള ഹോളിൻ്റെ പേര് പ്യൂപ്പിള്. ഇതേ സ്ക്ലീറയുടെ ഒരു ഭാഗം ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, അതിൻ്റെ പേരാണ് സീലിയറി മസിൽ. സീലിയറി മസിലിൽ നിന്ന് വരുന്ന ഫൈബറുകൾ ഒരു ലെൻസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശരി. ഇനി കാഴ്ച തരുന്നത് ആരാണ്? ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയറാണ്, കോറോയിഡ് എന്ന് പറയുന്ന ഇന്നർ ലെയറാണ്, റെറ്റിന എന്ന് പറയുന്ന മിഡിൽ ലെയർ, ഇന്നർ ലെയറാണ്. ഈ റെറ്റിനയിലാണ് വിഷൻ നടക്കുന്നത്. ഈ റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്ററുകൾ ഉള്ളത്. റെറ്റിനയുടെ ഏറ്റവും പുറകു വശത്താണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. 2 ടൈപ്പ് ഉണ്ട്, റോഡും കോണും. റോഡ് ഇരുട്ടാണ്, റോഡ് ഡൈം ലൈറ്റ് തരും. കളർഫുൾ സി, കോണ് കളർ വിഷൻ തരും. ആ പറയുന്ന ലെയറിൽ നിന്നും തൊട്ടിപ്പുറത്തോട്ട് നെർവിലോട്ട് ഇമ്പൾസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബൈപോളാർ ലെയർ ഉണ്ട്. ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. ഓണ് ബ്രൈറ്റ് ലൈറ്റ് വർക്ക് ചെയ്യും, ഓഫ് ഡിം ലൈറ്റ് വർക്ക് ചെയ്യും. ഇവിടുന്ന് ഈ പറയുന്ന ഒപ്റ്റിക് നെർവിലോട്ട് കണക്ഷൻ കൊണ്ടുപോകുന്ന കണക്ഷൻ്റെ പേരാണ് ഗാംഗ്ലിയോൺ ലെയർ എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഗാംഗ്ലിയോൺസ് കണക്റ്റ് ആവും. ആ ഗാംഗ്ലിയോൺസ് വന്ന് ഇങ്ങനെ കൂടി ചേർന്ന് ഒപ്റ്റിക് നെർവിൽ കൂടെ പോകും. ആ ഒപ്റ്റിക് നെർവ് പോകുന്ന സ്ഥലത്ത് കാണാൻ പറ്റത്തില്ല, അതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്നും ഈ നേരെ വരുന്ന ഭാഗത്തിന് നമ്മൾ യെല്ലോ സ്പോട്ട് എന്നും വിളിക്കും. തീർന്നു.